എല്ലാ പ്രിയപ്പെട്ടവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ഓണാശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. തിരൂർ നഗരത്തിലൂടെയുള്ള മുഖ്യ റോഡ് 4 വരിപ്പാത ആക്കുവാനുള്ള തയ്യാറെടുപ്പിലേക്ക് MLA കുറുക്കോളി മൊയ്തീൻ. ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചു. താനൂർ മൂച്ചിക്കൽ പാലം മുതൽ തിരൂർ BP അങ്ങാടി വരെയുള്ള 7 കിലോമീറ്റർ ദൂരം റോഡാണ് 4 വരിപ്പാത ആക്കുവാനുള്ള ആദ്യഘട്ട ചർച്ച ആരംഭിച്ചത്. ഏകദേശം 110 കോടി രൂപയ്ക്ക് മുകളിൽ ചിലവ് വരുന്ന പദ്ധതിക്ക് നിലവിൽ 50 കോടി രൂപ അനുവദിച്ചു കിടക്കുകയാണ്. ഇത് വിപുലീകരിച്ച് 4 വരിപ്പാതയാക്കുവാനുള്ള ആരംഭ ചർച്ചയാണ് ഇന്നത്തെ ലോട്ടറി ഓഫീസിൽ വെച്ച് ഉദ്യോഗസ്ഥരുമായി MLAയുടെ നേതൃത്വത്തിൽ നടന്നത്. നമ്മുടെ തിരൂർ നഗരം വാഹനപ്പെരുപ്പം കൊണ്ട് വീർപ്പുമുട്ടി വരികയാണ്. ഓരോ ദിവസവും വാഹനങ്ങൾ പെരുകുന്നു, യാത്രാ ദുരിതവും കടുപ്പപ്പെടുന്നു. സ്വാഭാവികമായിട്ട് റോഡിൻ്റെ വികസനങ്ങൾ നമുക്ക് അനിവാര്യമാണ്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി തന്നെ നേരത്തെ താഴെപ്പാലത്ത് ഒരു ഫ്ലൈ ഓവറിന് പണം അനുവദിച്ച് കിട്ടിയിരുന്നു. അത് പിന്നീട് 50 കോടി രൂപയാക്കി നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ നേരത്തെ നിർദ്ദേശിച്ചതനുസരിച്ചുള്ള ഫ്ലൈ ഓവർ കൊണ്ട്, അഥവാ നമ്മുടെ സ്റ്റേഡിയം മുതൽ സ്റ്റേറ്റ് ബാങ്ക് വരെയുള്ള ഭാഗം മാത്രം ഒരു ഫ്ലൈ ഓവർ വന്നതുകൊണ്ട് ഈ വാഹന സഞ്ചാരത്തിന് സൗകര്യങ്ങൾ വർദ്ധിക്കുകയില്ല, പ്രയാസങ്ങൾ മാറ്റാൻ സാധിക്കുകയുമില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടവരുമായി സംസാരിച്ച് ഒന്നുകിൽ ഫ്ലൈ ഓവർ കുറച്ചും കൂടി ദൈർഘ്യം കൂട്ടുക, അല്ലെങ്കിൽ റോഡ് വീതി കൂട്ടി സംരക്ഷിക്കുക എന്ന നിർദ്ദേശം സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആദരണീയനായ കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ സാഹിബിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഈ മാസം ആദ്യത്തിൽ ചേർന്ന മീറ്റിങ്ങിൻ്റെ തീരുമാനമനുസരിച്ച് മന്ത്രി തന്നെ പ്രത്യേകം ആ യോഗത്തിൽ വെച്ച് നിർദ്ദേശിച്ചതനുസരിച്ച് ഇത് സംബന്ധിച്ച് ഒരു പഠനം നടത്തി റിപ്പോർട്ട് കൊടുക്കാൻ RBDCKയുടെ ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ചാണ് RBDCKയുടെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. വന്ന് ഈ റോഡ് കാണുകയും അതുമായി ബന്ധപ്പെട്ട് കൂടിയ വിവിധ മേഖലയിലെ ബ്രിഡ്ജ്, റോഡ്സ് തുടങ്ങിയ ഇങ്ങനെ AIമാരും മറ്റ് AXമാരും ഒക്കെ ഈ യോഗത്തിൽ ഒത്തുകൂടിയിട്ടുണ്ട്. എല്ലാവരും കൂടി നടത്തിയ അഭിപ്രായം അനുസരിച്ച് ഈ റോഡ് വീതി കൂട്ടി 4 വരിപ്പാതയാക്കി കൊണ്ടുപോവുക എന്ന ഒരു താല്പര്യം, ഇതാണ് ഗുണകരമാവുക എന്ന അഭിപ്രായത്തിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ അപ്പുറത്ത് മൂച്ചിക്കൽ നമ്മുടെ റെയിൽവേ ഓവർബ്രിഡ്ജ് മുതൽക്ക് BP അങ്ങാടി വരേക്കുള്ള 7 കിലോമീറ്റർ ദൂരം ഈ രീതിയിൽ തുഞ്ചമ്പറമ്പ് ഉൾപ്പെടെയുള്ള പ്രദേശത്തിൻ്റെ ഒരു വികസനത്തിന് ആധുനിക രീതിയിൽ തന്നെ റോഡ് സംവിധാനം ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു അഭിപ്രായം സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കോഴിക്കോട് എറണാകുളം ഭാഗത്തേക്ക് ഏറ്റവും എളുപ്പം എത്താൻ കഴിയുന്ന ചെമ്പ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് വഴിയുള്ള ഈ പാതയിൽ തിരൂർ നഗരത്തിന്റെ വലിയൊരു ഭാഗം ഇടുങ്ങിയ റോഡായാണ് നിലവിലുള്ളത്. ഈ ഭാഗം അടക്കമാണ് 7 കിലോമീറ്റർ 4 വരിപ്പാതയായി വികസിപ്പിക്കുന്നതിനുള്ള പ്രപ്പോസൽ സർക്കാരിലേക്ക് സമർപ്പിക്കുന്നത്. ന്യൂസ് 99 തിരൂർ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.